എല്ലാവർക്കും എഡ്യൂനെറ്റിലേക്ക് സ്വാഗതം. നമ്മൾ മെറ്റാഎത്തിക്സ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. മെറ്റാഎത്തിക്സിന്റെ ബാലൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെറ്റാഎത്തിക്സ്, നോർമാറ്റീവ് എത്തിക്സും അപ്ലൈഡ് എത്തിക്സും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കി. മെറ്റാഎത്തിക്സിന്റെ കുറച്ചധികം ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യൻസ് നോക്കി. ഇനി കുറച്ച് ബാലൻസ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. മെറ്റാഎത്തിക്സ് ഡീൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് എക്സാക്ട്ലി ആർ പീപ്പിൾ ഡൂയിങ് വെൻ ദേ യൂസ് മോറൽ വേർഡ്സ്? ഇപ്പൊ ഒരു മോറൽ വേർഡ്സ് അല്ലെങ്കിൽ മോറൽ സ്റ്റേറ്റ്മെന്റ് ഒരാൾ ഉപയോഗിക്കുമ്പോൾ സത്യത്തിൽ അയാൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ മോറൽ വേർഡ്സിന് എക്സാമ്പിൾ പറയുന്നുണ്ട്. ഗുഡ്, റൈറ്റ് പോലുള്ള മോറൽ വേർഡ്സ് ഒരാൾ ഉപയോഗിക്കുമ്പോൾ അയാൾ സത്യത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രധാനമായിട്ടും ആരുടെ കൺസേൺ ആണ്? മെറ്റാഎത്തിക്സിന്റെ കൺസേൺ ആണ്. പിന്നെന്താണ്? വാട്ട് ഈസ് ദ സെമാൻറ്റിക് ഫങ്ഷൻ ഓഫ് മോറൽ ഡിസ്കോഴ്സ്? ഒരു മോറൽ ഡിസ്കോഴ്സിന്റെ അല്ലെങ്കിൽ ഞാനൊരു മോറൽ ആക്ട് ചെയ്യുകയാണ്. ആ മോറൽ ആക്ടിന്റെ സെമാൻറ്റിക് ഫങ്ഷൻ എന്താണ്? ഇപ്പൊ ഞാൻ ചെയ്യുന്ന ആക്ട് എന്തെങ്കിലും ഒരു ഫാക്ട് മുന്നോട്ട് വെക്കുന്നുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ആക്ടിന് എന്തെങ്കിലും മീനിങ് ഉണ്ടോ? അപ്പോൾ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടായിരിക്കുമല്ലോ ഒരു മോറൽ ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ഒരു മോറൽ ഡിസ്കോഴ്സിന്. അതെന്താണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഈസ് ദ ഫങ്ഷൻ ഓഫ് മോറൽ ഡിസ്കോഴ്സ് ടു സ്റ്റേറ്റ് ഫാക്ട്? അപ്പം മോറൽ ഡിസ്കോഴ്സിന്റെ ഫങ്ഷൻ ഒരു വസ്തുത മുന്നോട്ട് വെക്കുന്നതാണോ? അല്ലാന്നുണ്ടെങ്കിൽ എന്താണോ? ഡസ് ഇറ്റ് ഹാവ് സം അതർ നോൺ ഫാക്ട് സ്റ്റേറ്റിംഗ് റോള്? അപ്പം ഫാക്ട് മുന്നോട്ട് വെക്കുന്നതല്ലാണ്ട് വേറെ എന്തെങ്കിലും റോള് ഈ പറയുന്ന മോറൽ ഡിസ്കോഴ്സിനുണ്ടോ എന്നുള്ളത് ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെന്താണ് വരുന്നത്? What precisely is a moral value in the first place, and are such values similar to other familiar sort of entities such as objects and properties? Do moral fact exist? അപ്പൊ ഇവിടെ വരുന്ന എന്താണ്? സത്യത്തിൽ ഈ മോറൽ വാല്യൂ എന്താണ് എന്നുള്ളതാണ്. ഈ വാല്യൂ എന്താണ്? വേറെ ഏതെങ്കിലും എൻറ്റിറ്റീസുമായിട്ട് ഫെമിലിയർ ആണോ അല്ലെങ്കിൽ സിമിലർ ആണോ? എന്താണ്? സച്ചസ് ഒബ്ജക്റ്റ് ആൻഡ് പ്രോപ്പർട്ടീസ്, ഏതെങ്കിലും ഒബ്ജക്റ്റിനോടോ പ്രോപ്പർട്ടീസിനോടോ സിമിലർ ആണോ? ഡു മോറൽ ഫാക്ട് എക്സിസ്റ്റ്? സത്യത്തിൽ ഈ പറയുന്ന മോറൽ ഫാക്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇഫ് സോ വാട്ട് ആർ ദേ ലൈക്ക്? അങ്ങനെ മോറൽ ഫാക്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഇരിക്കും? അതെന്താണ് സംഭവം? ഹൗ ആർ ദേ റിലേറ്റഡ് ടു അതർ ഫാക്ട്? അത് എങ്ങനെ മറ്റുള്ള ഫാക്ടുമായിട്ട് റിലേറ്റഡ് ആണ്? എന്താണ്? അബൌട്ട് സൈക്കോളജി, ഹാപ്പിനെസ്, ഹ്യൂമൻ കൺവെൻഷൻസ്, ഇതൊക്കെ ആയിട്ട് മോറൽ ഫാക്ട് എങ്ങനെ റിലേറ്റഡ് ആണ്? ആർ ദേ ഐഡന്റിക്കൽ വിത്ത് ഓർ റെഡ്യൂസിബിൾ ടു നാച്ചുറൽ ഫാക്ട്? ഈ പറയുന്ന മോറൽ ഫാക്ടിനെ നമുക്ക് നാച്ചുറൽ ഫാക്ടിലോട്ട് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ നാച്ചുറൽ ഫാക്ടിനോട് ഐഡന്റിക്കൽ ആണോ? ആർ ദേ ഇറെഡ്യൂസിബിൾ ആൻഡ് ഹാവിങ് എ നേച്ചർ ഓഫ് ദിയർ ഓൺ? അല്ലെങ്കിൽ ഇത് നമുക്ക് നാച്ചുറൽ ഫാക്ട് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ആണോ? അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നേച്ചർ ഉണ്ടോ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം ആരുടെ കൺസേൺ ആണ്? മെറ്റാഎത്തിക്സിന്റെ കൺസേൺ ആണ്. ഈസ് ദർ സച്ച് എ തിങ് ആസ് മോറൽ നോളജ്? വേർ ഡു മോറൽ വാല്യൂസ് കം ഫ്രം? അപ്പം എന്താണ് മോറൽ നോളജ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എവിടെ നിന്നാണ് വരുന്നത്? വേർ ഡു മോറൽ വാല്യൂ കം ഫ്രം? ആൻഡ് വാട്ട് ഈസ് ദർ സോഴ്സ്? അതിന്റെ സോഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ എന്താണ്? ഹൗ ക്യാൻ വി നോ വെദർ അവർ മോറൽ ജഡ്ജ്മെന്റ് ആർ ട്രൂ ഓർ ഫോൾസ്? നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നമ്മുടെ മോറൽ ജഡ്ജ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന്? ഹൗ ക്യാൻ വി എവർ ജസ്റ്റിഫൈ അവർ ക്ലെയിംസ് ടു മോറൽ നോളജ്? അപ്പൊ ഇതൊക്കെയാണ് എന്താണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഈ മെറ്റാഎത്തിക്സ് ഡീൽ ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈസ് മൊറാലിറ്റി മോർ എ മാറ്റർ ഓഫ് ടേസ്റ്റ് ദാൻ ട്രൂത്ത്? മൊറാലിറ്റി എന്ന് പറയുന്നത് ഒരു ടേസ്റ്റ് മാത്രമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രിഫറൻസ് മാത്രമാണോ? ആർ മോറൽ സ്റ്റാൻഡേർഡ്സ് കൾച്ചറലി റിലേറ്റീവ്? മോറൽ സ്റ്റാൻഡേർഡ്സ് റിലേറ്റീവ് ആണോ? കൾച്ചറലി റിലേറ്റീവ് ആണോ? ആർ തിങ്സ് മോറലി റൈറ്റ് ഓർ റോങ് ഫോർ ഓൾ പീപ്പിൾ അറ്റ് ഓൾ ടൈംസ്? അപ്പം എന്താണ് എന്താണ് നമ്മൾ പറഞ്ഞല്ലോ, മോറൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എല്ലായിടത്തും റൈറ്റ് ആണോ അല്ലെങ്കിൽ റോങ് ആണോ, എല്ലായിടത്തും ഒരേപോലെ ആണോ എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഡസ് മൊറാലിറ്റി വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ? വ്യക്തികൾ മാറുന്നതനുസരിച്ചിട്ട് മൊറാലിറ്റി മാറും, അല്ലെങ്കിൽ മൊറാലിറ്റി എല്ലായിടത്തും ഒരേപോലെ ആണോ? കോണ്ടെക്സ്റ്റ് മാറുന്നതനുസരിച്ചിട്ട്, കൾച്ചർ മാറുന്നതനുസരിച്ചിട്ട് മൊറാലിറ്റി വേരി ചെയ്യും? ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് മെറ്റാഎത്തിക്സ് ആണ്. ഓക്കെ, അപ്പം മെറ്റാഎത്തിക്സിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുക.
ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ് മെറ്റാഎത്തിക്കൽ തിയറീസ് ആണ്. അപ്പം നമ്മൾ മെറ്റാഎത്തിക്സ് ആണ് പഠിക്കുന്നത്. അപ്പം മെറ്റാഎത്തിക്സിൽ കുറച്ചധികം ഇപ്പം നമ്മൾ നോർമാറ്റീവ് എത്തിക്സ് പഠിച്ചപ്പോഴത്തേക്ക് അതിൽ കുറേയധികം തിയറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? യൂട്ടിലിറ്റേറിയനിസം പഠിച്ചു, ഡിയോണ്ടോളജി നമ്മൾ പഠിച്ചു. അങ്ങനെ കുറച്ചധികം തിയറീസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ മെറ്റാഎത്തിക്സ് എടുക്കുമ്പോൾ അവിടെ നമുക്ക് നോക്കാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് തിയറീസ് ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അപ്പൊ അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് എത്തിക്കൽ കൊഗ്നിറ്റീവ്സും എത്തിക്കൽ നോൺ കൊഗ്നിറ്റീവ്സും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് പോവാം. അക്കോർഡിംഗ് ടു കൊഗ്നിറ്റിവിസം, എ മോറൽ ജഡ്ജ്മെന്റ് ലൈക്ക് ദ എബോവ് എക്സ്പ്രസസ് എ ബിലീഫ്. അപ്പം കൊഗ്നിറ്റിവിസം പറയുന്നത് എന്താണ്? മോറൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന ഒരു ബിലീഫാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ബിലീഫിന് എന്തുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിന് എന്തുണ്ടായിരിക്കും? ഒരു ട്രൂത്ത് വാല്യൂ ഉണ്ടായിരിക്കും. ഞാനിപ്പോ ഒരു മോറൽ സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഒന്നുകിൽ ശരിയായിരിക്കും, അല്ലെങ്കിൽ അത് തെറ്റായിരിക്കും. അതായത് ഒരു മോറൽ സ്റ്റേറ്റ്മെന്റിന് ട്രൂത്ത് വാല്യൂ ഉണ്ട് എന്ന് പറയുന്ന എത്തിക്കൽ സിസ്റ്റത്തെയാണ്, അല്ലെങ്കിൽ എത്തിക്കൽ തിയറിയാണ് എന്തെന്ന് പറയുന്നത് എത്തിക്കൽ കൊഗ്നിറ്റിവിസം എന്ന് പറയുന്നത്. ദേ ക്യാൻ ബി അസസ്ഡ് ഇൻ ടേംസ് ഓഫ് ട്രൂത്ത് ആൻഡ് ഫോൾസിറ്റി. നമുക്ക് അതിനെ എങ്ങനെ അസസ് ചെയ്യാം? ട്രൂത്ത് ആൻഡ് ഫോൾസിറ്റി വെച്ചിട്ട് നമുക്ക് അസസ് ചെയ്യാം. ഇപ്പോൾ ഒരു എത്തിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ ഒന്നുകിൽ അത് ട്രൂ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അത് ഫോൾസ് ആണെന്ന് പറയാം. That means cognitivists think that moral judgments are capable of being true or false. അപ്പൊ എന്താണ് കൊഗ്നിറ്റിവിസ്റ്റുകൾ പറയുന്നത്? എന്താണ് മോറൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൂ ആകാം, അല്ലെങ്കിൽ എന്താകാം? ഫോൾസ് ആകാം. ഓക്കെ, അപ്പം നോൺ കൊഗ്നിറ്റീവ്സ് നമുക്ക് ഓൾറെഡി ഇപ്പോഴേ മനസ്സിലായിട്ടുണ്ട്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? ഓൺ ദ അതർ ഹാൻഡ്, നോൺ കൊഗ്നിറ്റിവിസം സ്റ്റേറ്റ്സ് ദാറ്റ് മോറൽ ജഡ്ജ്മെന്റ് എക്സ്പ്രസ് നോൺ കൊഗ്നിറ്റീവ് സ്റ്റേറ്റ് ലൈക്ക് ഇമോഷൻസ് ഓർ ഡിസൈർസ്. അപ്പൊ നോൺ കൊഗ്നിറ്റിവിസം പറയുന്നത് എന്താണ്? മോറൽ ജഡ്ജ്മെന്റ് എന്തല്ല, അതിനൊരു നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഒരു ട്രൂ ഒന്നോ ഫോൾസ് ഒന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അതെന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഇമോഷൻസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഡിസൈർസ് ആണ്. അപ്പൊ എന്താണ് ഈ പറയുന്ന മോറൽ ജഡ്ജ്മെന്റ് എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് നോൺ കൊഗ്നിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ആണ്. അതിനൊരിക്കലും നമുക്ക് ട്രൂത്ത് വാല്യൂ കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ നോൺ കൊഗ്നിറ്റീവ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? ഇമോഷൻസും ഡിസൈർസും ഒക്കെ വരും. ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോറൽ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഡിസൈർസ് ആൻഡ് ഇമോഷൻസ് ഡു നോട്ട് ഹാവ് എ ട്രൂത്ത് വാല്യൂ. ഡിസൈർസിനും ഇമോഷൻസിനും എന്തില്ല? ഒരു ട്രൂത്ത് വാല്യൂ ഇല്ല. ദസ് മോറൽ ജഡ്ജ്മെന്റ്സ് ആർ നോട്ട് കേപ്പബിൾ ഓഫ് ബീങ് ട്രൂ ഓർ ഫോൾസ്. അപ്പൊ മോറൽ ജഡ്ജ്മെന്റ് ഒരിക്കലും ട്രൂ ആയില്ല, ഫോൾസും ആയില്ല. പിന്നെ പ്രധാനപ്പെട്ട രണ്ട് തിങ്കേഴ്സിന്റെ പറയുന്നുണ്ട്, AJ Ayer ആൻഡ് CL സ്റ്റീവൻസൺ, വേർഷൻസ് ഓഫ് ഇമോട്ടിവിസം. അപ്പൊ ഈ പറയുന്ന നോൺ കോഗ്നിറ്റീവിസത്തെ നമുക്ക് ഇമോട്ടിവിസം എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പൊ AJ Ayeറും CL സ്റ്റീവൻസന്റെയും നോൺ കൊഗ്നിറ്റീവിസത്തെ നമ്മൾ ഇമോട്ടിവിസം എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ RM ഹെയറിന്റെ യൂണിവേഴ്സൽ പ്രിസ്ക്രിപ്റ്റീവിസം. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? നോൺ കൊഗ്നിറ്റിവിസ്റ്റ് തിയറീസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം എന്തിൽ വരുന്നത്? ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? നോൺ കൊഗ്നിറ്റിവിസത്തിൽ വരുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇത് മോറൽ റിയലിസം ആൻഡ് മോറൽ ആന്റി റിയലിസം ആണ്. റിയലിസം എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. റിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ്, ആ സ്റ്റേറ്റ്മെന്റിന് കറസ്പോണ്ടന്റ് ആയിട്ട് ഔട്ടർ വേൾഡിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് റിയലിസ്റ്റിക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. അപ്പൊ റിയലിസം എന്താണ് പറയുന്നത്? ഇപ്പൊ എന്തൊരു കാര്യം ആയിക്കോട്ടെ, അതിനൊരു റിയൽ ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഔട്ടർ വേൾഡിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മോറൽ റിയലിസം എന്ന് പറയുമ്പോൾ എന്ത് തന്നെയായിരിക്കും? മോറൽ ഫാക്ടിന് ഔട്ടർ വേൾഡിൽ എന്താണ് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ട്. എന്റെ മുന്നിൽ ഒരു ചെയർ ഉണ്ട്, ആ ചെയർ ഉള്ളത് പോലെ തന്നെ എന്തുണ്ട്? മോറൽ ഫാക്റ്റും ഉണ്ട് എന്നുള്ളതാണ് മോറൽ റിയലിസം പറയുന്നത്. അപ്പൊ എന്താണ് മോറൽ റിയലിസം? ആക്സെപ്റ്റ് ദ കൊഗ്നിറ്റിവിസ്റ്റ് വ്യൂ ദാറ്റ് മോറൽ ജഡ്ജ്മെന്റ് ആർ ട്രൂത്ത് ബെയറിംഗ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ മോറൽ റിയലിസം എന്ത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മൾ ഓൾറെഡി കൊഗ്നിറ്റിവിസ്റ്റ് വ്യൂ പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ കൊഗ്നിറ്റിവിസം എന്താണ് പറയുന്നത്? കൊഗ്നിറ്റിവിസ്റ്റുകൾ എന്താണ് പറയുന്നത്? മോറൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ട്രൂത്ത് ബെയറിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്, അതിന് ട്രൂത്ത് വാലിഡിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ബട്ട് ഇറ്റ് ഡിഫേഴ്സ് ഇൻ ഇറ്റ്സ് മെറ്റാഫിസിക്കൽ പൊസിഷൻ. പക്ഷെ മോറൽ റിയലിസവും കൊഗ്നിറ്റിവിസവും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്ന മെറ്റാഫിസിക്കൽ പൊസിഷനിലാണ്. അതായത് ഇവർ പറയുന്നത് എന്താണ്? മോറൽ ഫാക്ടിന് മൈൻഡ് ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ എന്റെ മുന്നിൽ ഒരു ചെയർ ഇരിക്കുന്നത് പോലെ തന്നെയുള്ള എക്സിസ്റ്റൻസ് മോറൽ ഫാക്ടിനും ഉണ്ട് എന്നാണ് മോറൽ റിയലിസം പറയുന്നത്. പക്ഷെ കൊഗ്നിറ്റീവ്സ് അങ്ങനെ പറയുന്നില്ല. അപ്പൊ അവിടെയാണ് വ്യത്യാസമുള്ളത്. എന്താണ് ഇവിടെ പറയുന്നത്? അക്കോർഡിംഗ് ടു മോറൽ റിയലിസം ദർ ഈസ് ആൻ ഒബ്ജക്റ്റീവ് മോറൽ ഫാക്ട് കറസ്പോണ്ടിങ് ടു റോങ്നെസ്.
ഇപ്പൊ റോങ്നെസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ റോങ്നെസ്സിന് കറസ്പോണ്ടന്റ് ആയിട്ട് ഒബ്ജക്റ്റീവ് മോറൽ ഫാക്ട് ഉണ്ട്. അപ്പം മോറൽ റിയലിസം പറയുന്നത് എന്താണ്? ദർ ഈസ് ആൻ ഒബ്ജക്റ്റീവ് മോറൽ ഫാക്ട്. ഒബ്ജക്റ്റീവ് ആയിട്ട് മോറൽ ഫാക്ട് എക്സിസ്റ്റ് ചെയ്യുന്നു കറസ്പോണ്ടിങ് ടു റോങ്നെസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഫീലിംഗ് ഓർ നീഡ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അപ്പം ഒരു വ്യക്തിയുടെ ഫീലിങ്സിനും നീഡ്സിനും അതീതമായിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ പറയുന്ന മോറൽ ഫാക്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അതായത് എൻ്റെ ഫീലിങ്സോ ഒന്നുമല്ല അല്ലെങ്കിൽ എൻ്റെ നീഡ്സോ ഒന്നുമല്ല എന്തെന്ന് പറയുന്ന മോറൽ ഫാക്ട് എന്ന് പറയുന്നത് അതിനതീതമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് മോറൽ ഫാക്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അണ്ടർ ദ മോറൽ റിയലിസ്റ്റ് സ്ട്രീം വി ഹാവ് നാച്ചുറലിസ്റ്റ് ആൻഡ് നോൺ നാച്ചുറലിസ്റ്റ്. അപ്പൊ ഈ പറയുന്ന മോറൽ റിയലിസത്തിൽ അതിന് നമുക്ക് രണ്ട് സ്ട്രീംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ രണ്ട് സ്ട്രീംസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നാച്ചുറലിസ്റ്റും എത്തിക്കൽ നാച്ചുറലിസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ മോറൽ നാച്ചുറലിസ്റ്റ് എന്ന് പറയും. ആൻഡ് നോൺ നാച്ചുറലിസ്റ്റ്. നോൺ നാച്ചുറലിസ്റ്റ് എന്ന് പറയുന്നത് എത്തിക്കൽ നോൺ നാച്ചുറലിസ്റ്റ് എന്ന് പറയും. അതേപോലെ തന്നെ മോറൽ നോൺ നാച്ചുറലിസ്റ്റ് എന്ന് പറയും. അപ്പൊ എന്താണ് എത്തിക്കൽ നാച്ചുറലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ ഫോർമർ ഗ്രൂപ്പ് ക്ലെയിംസ് ദാറ്റ് മോറൽ പ്രോപ്പർട്ടീസ് ആർ ദംസെൽഫ് നാച്ചുറൽ എൻറ്റിറ്റീസ് ഓർ റെഡ്യൂസിബിൾ ടു അതർ നാച്ചുറൽ എൻറ്റിറ്റീസ്. അപ്പൊ ഈ പറയുന്ന നാച്ചുറലിസ്റ്റ് വ്യൂ പറയുന്നത് എന്താണ്? മോറൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നാച്ചുറൽ എൻറ്റിറ്റീസ് തന്നെയാണ്. അത് നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് നാച്ചുറൽ എൻറ്റിറ്റീസിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. റെഡ്യൂസിബിൾ ടു അതർ നാച്ചുറൽ എൻറ്റിറ്റീസ്. നേരെ മറിച്ച് നമ്മൾ എന്താണ് നോൺ നാച്ചുറലിസ്റ്റ് വ്യൂയിലോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ്? മോറൽ പ്രോപ്പർട്ടീസ് ആർ നോട്ട് ഐഡന്റിക്കൽ ടു ഓർ റെഡ്യൂസിബിൾ ടു നാച്ചുറൽ എൻറ്റിറ്റീസ്. മോറൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഒരിക്കലും നാച്ചുറൽ എൻറ്റിറ്റീസ് അല്ല, അല്ലെങ്കിൽ അതിലോട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഹാവ് എ നേച്ചർ ഓഫ് ദിയർ ഓൺ. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രകൃതം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി മോറൽ ആന്റി റിയലിസം എന്ന് പറയുമ്പോൾ എന്താണ്? മോറൽ റിയലിസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവർ പറയുന്നത് എന്താണ്? മോറൽ ആന്റി റിയലിസം takes up the position that moral values like good, bad, right and wrong do not correspond to mind independent fact in the world. അപ്പം മോറൽ ആന്റി റിയലിസം പറയുന്നത് എന്താണ്? മോറൽ ഫാക്ടിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഔട്ടർ വേൾഡിൽ ഒരു എക്സിസ്റ്റൻസ് ഇല്ല. ഇപ്പം കുറച്ചധികം മോറൽ ടേംസ് ഇവിടെ പറഞ്ഞു, ഗുഡ്, ബാഡ്, റൈറ്റ്, റോങ്. ഇതൊക്കെ ഓരോ ആൾക്കാരുടെയും മൈൻഡിലുള്ള ഒന്നാണ് അല്ലെ. ഫീലിങ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇമോഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് കറസ്പോണ്ടന്റ് ആയിട്ട് ഔട്ടർ വേൾഡിൽ ഈ പറഞ്ഞ മോറൽ ഫാക്ടിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള വസ്തു ഇല്ല. ഓക്കെ, മൈൻഡ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫാക്ട് ഇല്ല എന്നുള്ളതാണ് മോറൽ ആന്റി റിയലിസം പറയുന്നത്. അവർ പറയുന്നത് എന്താണ്? ഇൻസ്റ്റഡ് ദേ ആർ സബ്ജക്റ്റീവ് ടു ഓർ റിലേറ്റീവ് ടു ഓർ കൺസ്ട്രക്റ്റഡ് ബൈ ഇൻഡിവിജ്വൽസ് ഓർ കമ്മ്യൂണിറ്റീസ്. അപ്പൊ ഈ പറയുന്ന മോറൽ വാല്യൂസ് എല്ലാം ഉണ്ടാക്കുന്നത് ഒന്നുകിൽ വ്യക്തികൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ് ആണ്. അത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്, അത് റിലേറ്റീവ് ആയിട്ടുള്ള ഒന്നാണ് അല്ലെ. വ്യക്തികൾ മാറുന്നതനുസരിച്ചിട്ട് സൊസൈറ്റി മാറുന്നതനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പം മെറ്റാറ്റിക്സ് ചോദിക്കുമ്പോൾ നമുക്ക് ഇത്രയും പോയിന്റ്സ് മാത്രം നമ്മൾ പഠിച്ചിരുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട്സ് ഒന്നും ചോദിച്ചു കാണുന്നില്ല. എന്റെ വീഡിയോ കാണുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഒക്കെ ചെയ്യാം. ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓൾറെഡി ഗ്രൂപ്പിൽ കുറച്ചധികം ഡൗട്ട്സ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇട്ട് തരാം. ഞാനത് ഒരു പോർഷൻ മാത്രം നോക്കുന്നതുകൊണ്ടാണ്. ആ ഒരു പോർഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് അത് വായിച്ചിട്ട് ഞാനത് ഗ്രൂപ്പിൽ വോയിസ് ആയിട്ട് ഇട്ടേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, നന്ദി.